എല്ലാവർക്കും നമസ്കാരം. മത്സസ് ലാവണ്ടർ ബ്ലോഗിലേക്ക് സ്വാഗതം. കലാകുവൈറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സൗജന്യ മാതൃഭാഷ പഠന ക്ലാസിന്റെ ഒരു ഗെറ്റ് ടുഗദറാണ് ഇന്ന് നടക്കുന്നത്. അതില് നമ്മുടെ കൊച്ചുകുട്ടികള് പങ്കെടുത്തു. നല്ല സന്തോഷമായിരുന്നു. അവരെന്തൊക്കെ പഠിച്ചെന്ന് നമുക്ക് ഇന്നൊന്ന് വിശകലനം ചെയ്യാം. ഓരോന്നായിട്ട് ഇപ്പൊ അവര് ചെയ്ത് കാണിക്കുന്നതാണ്. ഓരോരുത്തരും നീരജ്, നമസ്കാരം. മലയാളമൊക്കെ പഠിച്ചോ? എന്തൊക്കെ അറിയാം? അറിയാം. എന്താ ഇപ്പൊ എഴുതാൻ പോകുന്നേ? അക്ഷരമൊക്കെ പഠിച്ചോ? ഏത് അക്ഷരം? ഏതായി അക്ഷരം? മോളുടെ പേര് ഏത്? മോൾ ഏത് ക്ലാസ്സിലാണ്? മലയാളമൊക്കെ പഠിച്ചോ? നല്ല ഇഷ്ടമാണോ? നമുക്കൊരു ലെറ്റർ എഴുതാം. ഈ എന്നുള്ള ലെറ്റർ എഴുതാവോ? ഇത് ശരിയാണോ? ഇത് ഏത് ലെറ്ററാ? അമ്മ. മോന്റെ പേര് ഇവൻ. മോൻ ഏത് ക്ലാസ്സിലാ? മലയാളമൊക്കെ പഠിച്ചല്ലോ. ഇഷ്ടമായോ? ഒരു വേർഡ് എഴുതാവോ? മലയാളം ഒന്നും എഴുതാമോ? ഇത് കറക്റ്റാണോ? മലയാളമൊക്കെ പഠിച്ചോ? മലയാളം ക്ലാസ്സിനൊക്കെ വന്ന് ഇഷ്ടമായിരുന്നോ? ഓക്കെ. അപ്പൊ ഒരു ലെറ്റർ എഴുതാവോ? വേർഡ് എഴുതാം. ആന. ഇതെന്തുവാ? എല്ലാരും ഒന്ന് വായിച്ചേ. ആണോ? മലയാള അക്ഷരങ്ങളൊക്കെ പഠിച്ചോ? ക്ലാസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാമായിരുന്നോ? എന്താ പഠിച്ച പിന്നെ? എല്ലാവരും ഒന്ന് എഴുതി കാണിക്കാമോ? എന്തിനാണ് വന്നേ? മലയാളം പഠിച്ചോ? സൗജന്യ മാതൃഭാഷ പഠന ക്ലാസ്സിന് വന്നതാ. ഇപ്പം അക്ഷരങ്ങളൊക്കെ പഠിച്ചോ? പിന്നെ എന്താ പഠിച്ചു? വാക്കുകളൊക്കെ പഠിച്ചോ? പഠിച്ചു. മാല ഒന്ന് എഴുതി കാണിക്കാമോ? ഇതെന്തോ ശരിയാണോ? മാല ശരിയാണോ? അക്ഷരം ഏതാണ്? അല്ല, ഇതേതാ വാക്ക്? സന. എനിക്കറിയാം, വെറുതെ ചോദിച്ചതാ. നമ്മൾ പാട്ട് പാടാനല്ലേ പോകുന്നത്? നന്നായിട്ട് പാടില്ലേ? നല്ല പാട്ട് പാടണേ. മഞ്ചിൽ നൊമ്പിളികൾ ഒപ്പിയിരുന്ന വന്നവന ഈശോയേ ആശ്വാസം നീയല്ലോ. കുഞ്ചായി നിന്ന് പിറന്നവൻ വീട് നിന്ന് വളർന്നവൻ
എന്താ പേരുന്ന അപ്പഴേ വളർന്നവൻ സ്വർഗത്തിൽ എന്താ പൂന്തോട്ടം ഞങ്ങൾ കുഞ്ഞുങ്ങളായിട്ടിരുന്നവൻ സ്വർഗത്തിൽ വന്ന പൂന്തോട്ടം ഞങ്ങൾ കുഞ്ഞുങ്ങളായിട്ടിരുന്നവൻ നീവിരുവായി കുഞ്ഞും മനസ്സിലും കമ്പിയങ്ങൾ ഒപ്പിയിടുന്ന വന്നവന ഈശോയേ അസ്വാശം നീയല്ലോ. അന്ന എന്താ ചെയ്യാൻ പോകുന്നത്? മലയാളമൊക്കെ നന്നായിട്ട് പഠിച്ചോ? സ്റ്റോറി നന്നായിട്ട് പറയാമോ? ഓക്കെ. അപ്പൊ ഒരു ദിവസം ഒരു പെണ്ണുണ്ടായിരുന്നേ. അപ്പൊ ഈ പെണ്ണാണെങ്കിൽ ജോലിക്ക് ട്രെയിൻ എടുത്ത് ജോലിന് വേണ്ടി പോയ സമയത്ത് ഇയാൾക്ക് ജോലി കിട്ടി. തിരിച്ച് വീട്ടിൽ പോകണം. അപ്പൊ ആ സമയത്ത് വീട്ടിൽ പോകാൻ നിന്ന സമയത്ത് ട്രെയിൻ ഇച്ചിരി ലേറ്റ് ആയി കഴിഞ്ഞിട്ട് വേറെ ട്രെയിൻ എടുത്ത് അവള് വീട്ടിൽ പോയ സമയത്ത് ട്രെയിൻ സ്റ്റേഷന്റെ അടുത്തായിരുന്നു വീട് തന്നെ. പക്ഷെ ഈ വീട്ടിന്റെ അകത്ത് ഈ ട്രെയിനിന്റെ അവിടെ ട്രെയിൻ സ്റ്റേഷന്റെ അവിടെ ഇവള് രാത്രിയായിരുന്നു. ഓക്കെ, അപ്പൊ രാത്രിയായിരുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഇവളെ ആരെയോ ഫോളോ ചെയ്യുന്ന പോലെ ഇവൾക്ക് തോന്നി. അപ്പൊ ഇവിടെ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്റെ കൂടെ നിൽക്കണേ. അപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് അവൾ സേഫ് ആയിട്ട് വീട്ടിലെത്തി. പിന്നെ അടുത്ത ദിവസം രാവിലെ ന്യൂസ് പേപ്പറിൽ അവള് കണ്ടു അവളെ ഫോളോ ചെയ്ത ഒരാള് തന്നെ ആ സെയിം ആള് വേറെ ഒരു പെണ്ണിനെ കൊന്നു കളഞ്ഞു, മർഡർ ചെയ്തു. ഇത് കേട്ടിട്ട് അവള് പേടിച്ചു പോയ സമയത്ത് ഈ പോലീസിന് ഇയാളെ കണ്ടുപിടിച്ചിട്ട് ഈ പെണ്ണ് പോയി ചോദിച്ചു അവന്റെ അടുത്ത്, നീ എന്തുകൊണ്ട് എന്നെ കൊല്ലണ്ടിരുന്നു, പക്ഷെ അവളെ നിനക്ക് എന്തുകൊണ്ട് തോന്നി? അപ്പൊ അയാൾ പറഞ്ഞു, നിന്റെ കൂടെ ആരോ ഉള്ളതുപോലെ എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് നിന്നെ ഫോളോ ചെയ്യാൻ. താങ്ക് യു. മോന്റെ പേരെന്താ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? UKG. മോൻ മലയാളം എഴുതാൻ അറിയാമോ? എഴുതാമോ? ആന്നൊന്ന് എഴുതി കാണിക്കാമോ ഇവരെല്ലാം? ഓക്കെ. വെരി ഗുഡ്, വെരി ഗുഡ്. എന്താ എഴുതി? മോളുടെ പേരെങ്ങനെ? ഓക്കെ, എത്രല്ല പഠിക്കുന്നേ? ഏതക്ഷരം എഴുതുന്നേ? ഓക്കെ, എഴുതി. എത്രല്ല പഠിക്കുന്നേ? അക്ഷരമൊക്കെ പഠിച്ചോ? ഇഷ്ടപ്പെട്ടോ? ഇനി ഏതാ അക്ഷരം എഴുതുന്നേ? ഓക്കെ, ലെറ്റർ ഒന്ന് പറഞ്ഞേ. ഏതാ അക്ഷരം? ശരിയാണോ? നമസ്കാരം, എന്റെ പേര് ഇവാനി. ഞാനിന്നൊരു കൊച്ചുകുട്ടീന്റെ കഥയാ പറയാൻ പോകുന്നത്. ഒരു കൊച്ചുകുട്ടി ഒരു കടയിൽ കയറി ചോദിച്ചു, ചേട്ടാ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ആ കൊച്ചു പറഞ്ഞു, ഇല്ല. ചേട്ടൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ആ കടക്കാരൻ പറഞ്ഞു, ഇല്ല കൊച്ചേ, ഞാൻ കണ്ടിട്ടില്ല, നീ പുറത്തു പോകും. ആ കൊച്ചു വേറൊരു കടയിൽ കയറി ചോദിച്ചു, ചേട്ടൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ആ കടക്കാരൻ പറഞ്ഞു, എനിക്ക് കളിക്കാൻ സമയമില്ല കൊച്ചേ, പുറത്തു പോകും. ആ കടക്കാരൻ ആ കൊച്ചിനെ പുറത്താക്കി. ആ കൊച്ചു സങ്കടപ്പെട്ട് കുറെ കടയിൽ കയറി ഇങ്ങനെ ചോദിച്ചു. അങ്ങനെ ഒരു കടയിൽ കയറി എത്തി. അപ്പം അവിടെ ആ കൊച്ചു നനഞ്ഞ് ഇരിക്കുവായിരുന്നു. അപ്പം ആ കൊച്ചു ആ കടയിൽ കയറിയപ്പോ അവിടുത്തെ കടക്കാരൻ വന്ന് ആ കൊച്ചിനോട് ചോദിച്ചു, കൊച്ചു നീ എന്താ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നേ? നിന്റെ അച്ഛനും അമ്മയും എന്ത്? ആ കൊച്ചു പറഞ്ഞു, ചേട്ടൻ ദൈവത്തെ കണ്ടിട്ടുണ്ടോ? അപ്പൊ ആ കടക്കാരൻ പറഞ്ഞു, എന്നാത്തിനാ നീ ദൈവത്തെ അന്വേഷിക്കുന്നത്? അപ്പൊ ആ കൊച്ചു പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ല. അപ്പം എൻ്റെ അമ്മേനെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞു, എൻ്റെ അമ്മേനെ ദൈവത്തിന് മാത്രം കാത്തുരക്ഷിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട കടക്കാരൻ പറഞ്ഞു, നീ സങ്കടപ്പെടണ്ട കൊച്ചേ, നീ നിന്റെ അമ്മേൻ്റെ അടുത്ത് പോയിരിക്കുക, അല്ലാതെ ഇങ്ങനെ നടക്കരുത്. അപ്പം ഇത് കേട്ട കൊച്ച് അങ്ങനെ പോയി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ കൊച്ചിൻ്റെ അമ്മേനെ നോക്കാനൊരു ഡോക്ടർ വന്നു. അങ്ങനെ
കൊച്ചിൻ്റെ അമ്മേനെ ചികിത്സിക്കാൻ ആ ഡോക്ടർ വന്ന് ആ അമ്മ സുഖമായി. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഇത് ഹോസ്പിറ്റലിൻ്റെ ബില്ല് വന്നു. ഇത് കണ്ട അമ്മ പേടിച്ചു. എന്താണെന്ന് പറഞ്ഞാൽ അതിന് നല്ല പൈസയായിരുന്നു. അപ്പം കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് കോള് വന്നു, ഇത് ഈ ബില്ല് ഓൾറെഡി പെയ്ഡാ, അപ്പം സോറി അറിയാതെ അയച്ചതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് കേട്ട അമ്മ ഞെട്ടിപ്പോകുന്നുണ്ട്. അപ്പം പതുക്കെ ആ അമ്മ കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കൊച്ച് ഇതെന്താ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ ആ കൊച്ചന്ന് നടന്നതെല്ലാം പറഞ്ഞു. അങ്ങനെ ആ കൊച്ചും അമ്മയും കൂടി ആ കടയിൽ ചെന്നപ്പോൾ അവിടെ ആ കടക്കാരനില്ലായിരുന്നു. അവർ സങ്കടപ്പെട്ട് പുറത്തിറങ്ങിയപ്പോൾ അവർ ആ കടക്കാരനെ കണ്ടു. കടക്കാരൻ പറഞ്ഞു, എന്നോടല്ല നന്ദി പറയേണ്ടത്, നിന്റെ മകനോട് നന്ദി പറയേണ്ടത്, എൻ്റെ മകൻ്റെ സ്നേഹം. നന്ദി, നമസ്കാരം. യോഹാൻ. മലയാളമൊക്കെ എഴുതുമോ? മലയാളം ക്ലാസ് ഒക്കെ ഇഷ്ടമായോ? ഇനിയും വരുമോ? വരും. അപ്പൊ മോൻ എന്താ എഴുതുന്നത്? മോന്റെ പേര് മലയാളത്തിൽ ഒന്ന് എഴുതി വെക്കാമോ? എന്താ അത്? കറക്റ്റ് ആണോ? മലയാളം പഠിച്ചോ? ഇഷ്ടമാണോ? ആണല്ലേ. മലയാളം അക്ഷരം ആ മുഴുവൻ പഠിച്ചോ? സ്വരാക്ഷരങ്ങൾ മുഴുവൻ പഠിച്ചോ? പഠിച്ചു. ഈ വ്യഞ്ജനാക്ഷരങ്ങളല്ല തുടങ്ങിയിരിക്കുന്നേ അല്ലേ? താ എഴുതാമോ? താ. ഏതാ ഈ അക്ഷരം? നമ്മുടെ ഈ പ്രാവശ്യത്തെ കലാമലയാളം കുവൈറ്റിന്റെ സൗജന്യ മാതൃഭാഷാ പഠനത്തിന് വന്ന നമ്മുടെ ഏത് മോടെ പേരെന്തുവാ? ഇസബൽ. ഇസബൽ ലെറ്റേഴ്സ് അക്ഷരങ്ങളെല്ലാം പഠിച്ചില്ലേ? പഠിച്ചു. പിന്നെന്തൊക്കെ പഠിച്ചു? ചില്ലക്ഷരങ്ങൾ പഠിച്ചു, കൂട്ടക്ഷരങ്ങൾ പഠിച്ചു, മാസങ്ങൾ പഠിച്ചു അല്ലേ? എന്നാലേ 9 എന്നുള്ള ആ ഒരു വീട് എഴുതാം. 9
പഠിച്ചു? സ്വരാക്ഷരങ്ങള് പഠിച്ചോ? പിന്നെന്താ അക്ഷരം പഠിച്ചു? വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു. സ്വരാക്ഷരങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 15. ഏതൊക്കെയാ? ഓക്കെ, വെരി ഗുഡ്. വ്യഞ്ജനാക്ഷരങ്ങള് എത്ര എണ്ണം ഉണ്ട്? 36. ശരിയാണോ ടീച്ചർ? ഏതൊക്കെയാ? ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. രാവിലെ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് അക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ആകെ എത്ര എണ്ണം ഉണ്ട്? 51. കറക്റ്റാണോ? പഠിച്ചോ? മാസങ്ങൾ പഠിച്ചോ? മാസങ്ങൾ ഒന്ന് പറഞ്ഞേ. ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം, ധനു, മകരം, കുംഭം, മീനം, മേടം, ഇടവം, മിഥുനം, കർക്കിടകം. ഇത്രയല്ലേ ഉള്ളോ? അതോ ഇനിയുണ്ടോ? ഇല്ല. ഓക്കെ, താങ്ക് യു. അതിന് ബണ്ണ് വേണോ? സലാഡ് വേണോ? കുഞ്ഞ് ഇതെന്താ പിച്ചി പിച്ചി ഇരിക്കുന്നേ? നീ ചിക്കൻ കഴിച്ചിട്ടുണ്ടോ? ചിക്കൻ കഴിക്കടാ. ചിക്കൻ കഴിക്കേ. ചിക്കൻ പീസ് വേണമെങ്കിൽ ചിക്കൻ